കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഒരു പ്രത്യേക ഘട്ടത്തിൽ ED കേസ് അന്വേഷണം ഏറ്റെടുത്തു. ED 56 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കരിവന്നൂർ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിലെ 4-5 പ്രതികളെ കൂടി ED ഉൾപ്പെടുത്തി പുതിയ പ്രതികളെ കണ്ടെത്തി. ഏത് ഘട്ടത്തിലാണ് EDയുടെ അന്വേഷണം പോകുന്നതെന്നും അതിന്റെ കുറ്റപത്രം വരെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തില്ല, മറ്റു മന്ത്രിമാരെ കരിവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നതാണ് ചോദ്യം. തെളിവ് വേണ്ടേ? ഇടതുപക്ഷത്തിനെതിരെ ഒരു തെളിവിന്റെ കണിക കിട്ടിയാൽ വെറുതെ ഇരിക്കുമോ EDയും CBIയും? അതുപോലെ ഇവിടെ വിജയദശമി നാളിൽ മോഹൻ ഭഗവത് സംസാരിച്ചത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ലക്ഷ്യം എന്ന് പ്രസംഗിച്ചിട്ടേ മാസങ്ങളായുള്ളൂ. അതുകൊണ്ട് ഒരു തെളിവിന്റെ കണിക ഞങ്ങൾക്കെതിരെ കിട്ടിയ ഇവർ മുന്നോട്ട് പോകും. IFSO അന്വേഷണം നടക്കുന്നു, 6 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അന്വേഷണം ശക്തമായി നടക്കുന്നു. തെളിവിന്റെ കണിക പോലും കിട്ടാതെ ഏതെങ്കിലും തരത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതിന് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് 2020 ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയില്ലേ? കുറ്റപത്രം സമർപ്പിച്ചില്ലേ? ആ കുറ്റപത്രത്തിൽ ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരെ കണക്ട് ചെയ്യാൻ പറ്റിയോ? CBIയും NIAയും കസ്റ്റംസും EDയും അന്വേഷിച്ച കേസല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത്? ബിരിയാണി ചെമ്പ് എത്ര അന്വേഷണം നടത്തി ED, CBI അന്വേഷണം നടത്തി? ഒന്നും കണ്ടെത്താത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ സ്വർണം എന്ന് പറഞ്ഞ് അന്വേഷണം നടത്തിയില്ലേ? എവിടെ പോയി അന്വേഷണം? ഖുറാന്റെ പേരിൽ സ്വർണം എന്ന് പറഞ്ഞ് അന്വേഷണം നടത്തിയില്ലേ? എവിടെ പോയി അന്വേഷണം? അതായത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കള്ള വാർത്തകൾ സൃഷ്ടിച്ച് മാധ്യമങ്ങൾ അത് വലിയ പൊലിപ്പിച്ച് ചർച്ച ചെയ്താൽ അത് ഒരു അന്വേഷണമാകില്ല. ഏതെങ്കിലും തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ കോടതി ഓരോ വരുന്ന തെളിവുകളും കൃത്യമായി അനലൈസ് ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് കോൺഗ്രസിന്റെ വിഷമം എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തില്ല എന്നതാണ്. അവസാനം ചോദിച്ചല്ലോ, കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് ഐസക്കിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന്. ഇതേ ഹൈക്കോടതി ചോദിച്ചു, എന്തിനാണ് തോമസ് ഐസക്കിന് സമൻസ് അയച്ചതെന്ന്. അന്നേരം കിഫ്ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞതേ 1 മാസം സമയം വേണം. എന്തിനാണ് സമൻസ് അയച്ചത് എന്ന് ഞങ്ങൾ പറയാം. 1 മാസം കൊടുത്തു. 6 മാസം സമയം ചോദിച്ചു. വീണ്ടും 1 കൊല്ലം സമയം ചോദിച്ചു. എന്തിനാണ് സമൻസ് അയച്ചതെന്ന് പോലും EDക്ക് പോലും അറിയില്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഏതെങ്കിലും തരത്തിൽ വയലേറ്റ് ചെയ്തോ? ഒരറിവുമില്ല. അത്തരത്തിൽ സമൻസ് അയച്ചുകൊണ്ടേ ഇരുന്നാൽ കോടതി പോയി ചലഞ്ച് ചെയ്യും, നിയമപരമായി നേരിട്ട് മുന്നോട്ട് പോകും. പിന്നെ BJPയുടെ പ്രതീതിയോട് കൃത്യമായി കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾക്കറിയാം EDയുടെ വിശ്വാസതയെക്കുറിച്ച്. നിങ്ങൾ ഈ രാജ്യത്ത് കള്ളപ്പണമായി കണ്ടെത്തിയ പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത ഏക ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി ED തരം താണിരിക്കുകയാണ്. 17 വർഷത്തെ EDയുടെ ചരിത്രത്തിൽ 5906 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ ശിക്ഷിച്ചത് 25 പേരെയാണ്. അതായത് കൺവിക്ഷൻ റേറ്റ് നിങ്ങൾ പറയുന്ന 9% ഒന്നുമല്ല, 0.42%. 95% കേസുകളും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ്. നേരത്തെ ഇന്നലെ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. 0.42%. അതായത് 5900. ശിവശങ്കർ, ആധികാരികമായി ഞാൻ പറയുന്നു, 5900 കേസിൽ ആധികാരികമായി എത്ര എണ്ണം വിധി പറഞ്ഞു? 25 പേരെ ശിക്ഷിച്ചുള്ളൂ. പറഞ്ഞാ മതി. അതായത് എത്ര എണ്ണം വിധി പറഞ്ഞു? ഞാൻ പറയാം. 2000-ഓളം വിധി പറഞ്ഞു. 2000-ഓളം കേസുകൾ വിധി പറഞ്ഞതിൽ വെറും വിധി പറഞ്ഞോ? അതെ, 2000-ഓളം കേസുകൾ വിധി പറഞ്ഞതിൽ 25 കേസേ ശിക്ഷിച്ചിട്ടുള്ളൂ. അതായത് 0.42%മായി നിങ്ങളുടെ കൺവിക്ഷൻ റേറ്റ് മാറിയിരിക്കുകയാണ്. ഏറ്റവും വിശ്വാസയോഗ്യത റെയ്ഡ് ചെയ്ത പകുതി കേസ് വിധി പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വിശ്വാസയോഗ്യത ഇല്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്റർ ശിവശങ്കർ, ഏറ്റവും വിശ്വാസയോഗ്യത ഇല്ലാത്ത ഏജൻസിയായി ED തരം താണിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് കണക്കുകളുടെ അകമ്പടിയോടെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1.7 ലക്ഷം രൂപ മാസപ്പടി എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ അഴിമതി എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ വരുന്നു. അത് അന്വേഷണം നടക്കട്ടെ. ശ്രീ PR ശിവശങ്കരൻ, വിധി പറയാത്ത കേസുകൾ ഇവിടെ യഥാർത്ഥത്തിലുള്ള അഴിമതി ഏതാണ് മിസ്റ്റർ ശിവശങ്കർ? യഥാർത്ഥത്തിലുള്ള അഴിമതി ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടോ? നിങ്ങളത് ക്ഷമിക്ക്. 41 കമ്പനികൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ 2471 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയതാണ് ഏറ്റവും വലിയ അഴിമതി. അന്വേഷണം ആരംഭിച്ചതിന് ശേഷം 1698 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു. അതുപോലെ 33 കമ്പനികൾ ഇതര കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം 3.7 ലക്ഷം കോടി രൂപ 3.7 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സുകൾ ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആർജിച്ചെടുത്തു. ഈ ഗ്രൂപ്പുകൾ പിന്നീട് 1751 കോടി രൂപയോടെ നിങ്ങൾക്ക് തന്നു.
30 കടലാസ് കമ്പനികൾ 143 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾക്ക് തന്നു. ഇതാണ് യഥാർത്ഥ അഴിമതി. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ട യഥാർത്ഥ അഴിമതി. അത് മുഖ്യധാരയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വ്യാജ അറസ്റ്റും കള്ള അറസ്റ്റും ഇല്ലാത്ത ഇൻവെസ്റ്റിഗേഷനുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് 3 ദിവസം മുമ്പ് നിങ്ങൾ ചട്ടം അടിച്ചേൽപ്പിച്ചത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മൂന്നാമത് ഭരണത്തിലേക്ക് വരാൻ എല്ലാ തരത്തിലും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ, ഭരണഘടന തകർക്കാൻ, ഫെഡറലിസം തകർക്കാൻ വലിയ ഗൂഢാലോചനയിലൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ വിവിധ കക്ഷികൾ ഒറ്റക്കെട്ടായി ഓരോ സംസ്ഥാനത്തും വലിയ മൂവ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബോഗസ് ആയിട്ടുള്ള കണക്കുകൾ എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ വ്യാജമായിട്ടുള്ള ഇടപെടലുമായി നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഈ ദക്ഷിണേന്ത്യയിൽ ഒരു മൂവ്മെന്റ് നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല. പശ്ചിമേന്ത്യയിൽ നിങ്ങൾക്കുള്ള നേട്ടം കൊയ്യാൻ കഴിയില്ല. വടക്കേന്ത്യയിൽ ഒരു നേട്ടം കൊയ്യാൻ കഴിയില്ല. പ്രതിപക്ഷ നിര പറയുന്നത്. പക്ഷേ നമുക്ക് വ്യക്തമാകുന്ന ചില ആശയ ഐക്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് തള്ളിക്കളയാൻ കഴിയുകയും